സോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസിന്റെ മറ്റൊരു എപ്പിസോഡ് അല്ലേ? ഈ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേര് പുറത്തുപോയി എന്നുള്ളതാണ് അല്ലെ? സസ്പെൻഷൻ, എവിക്ഷൻ അല്ല സസ്പെൻഷൻ. അതായത് നമ്മുടെ ശാരികയും ഒണിയിലും അല്ലെ താൽക്കാലികമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നു. 100% 2 പേരും അവര് തിരിച്ചു വരും അല്ലെ? അവർ മിക്കവാറും ഒരു സീക്രട്ട് റൂമിലാകാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. അതൊരു അതെ, ഒണിയിലും ശാരികയും പുറത്തു പോകും എന്ന്. ശാരികക്ക് പോയിന്റ് കുറച്ചുകൂടെ കുറവായിരുന്നു, പക്ഷെ ഒണിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്ന ആളാണ്. ഇന്നത്തെ വേറൊരു സംഭവമുണ്ട്. നമ്മള് ഈ ബിഗ് ബോസിനകത്ത് ആര് ക്യാപ്റ്റൻ ആവണം, അല്ലെങ്കിൽ ആര് പുറത്തു പോകണം, ആരവിടെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓൾമോസ്റ്റ് ബിഗ് ബോസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാന്നറിയില്ല. അതായത് ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ബിഗ് ബോസിന് അറിയാം ആരാണ് ഫിസിക്കലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി വീക്ക് ആരാണ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കൊടുക്കുമ്പോൾ ആര് പെർഫോം ചെയ്യുന്നതൊക്കെ ബിഗ് ബോസിന് തന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഇന്നാൾ തന്നെ അതിൽ വിൻ ചെയ്യണം, ഇന്നാൾ തന്നെ അതിൽ തോറ്റു പോകണം എന്നൊക്കെ അവർക്ക് ഒരു ഐഡിയ ഉണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അനീഷ് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ടാസ്ക് വരുന്ന സമയം വരെയും അനീഷിനും രേണുവിനൊക്കെ തീരെ പോയിന്റ് കുറവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ രേണുവും അനീഷും പുറത്തു പോകുമായിരിക്കും. സംഭവിക്കില്ല. കാരണം അങ്ങനെ അവർ പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കോണ്ടന്റ്, പ്രത്യേകിച്ച് അനീഷ് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു കോണ്ടന്റ് അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് അവർക്ക് വിഷയമല്ല, കോണ്ടന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആവും. ഇപ്പോൾ ശാരികയുടെ ടീം അംഗങ്ങൾ അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ബിഗ് ബോസ് കൊടുത്ത് ഇതനുസരിച്ചിട്ടല്ല അവരവിടെ പാട്ട് സെലക്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് മാർഗങ്ങളുടെ പാട്ട് പാടി, അതുകൊണ്ട് അത് റദ്ദാക്കുന്നു എന്ന് ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തു. അപ്പോൾ ശാരികക്ക് 0 പോയിന്റ്. അപ്പൊ അതിന് ഉറപ്പിച്ചു ശാരിക എന്തായാലും പുറത്തു പോകും എന്നുള്ളത്. ദാറ്റ്സ് പ്ലാൻ. അത് അങ്ങനെയാണ്. അതൊരു ഇതിന്റെ രീതി, ഈ ഗെയിമിന്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അത് അങ്ങനെയാണ് അതിന്റെ പരിപാടി. പിന്നെ ഒരേ പറയാതിരിക്കാൻ പറ്റില്ല, അനീഷ് നല്ല സൂപ്പറായിട്ട് ഗെയിം കളിച്ചു അല്ലേ? അതായത് ലാസ്റ്റ് ആ ഒരു ബസർ അടിച്ച് 7 സെക്കൻഡ് കൊടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാരെ പുറത്താക്കാൻ നോക്കുമ്പോൾ പുള്ളിക്ക് ഏറ്റവും അടുത്തുള്ളത് ഒണിയിലാണ്. പിന്നെ ഒണിയിലാണ്. കാരണം നേരെ ഓടിപ്പോവാം, നേരെ ഓടിപ്പോയി. അല്ലാതെ പകയൊന്നുമല്ല. കാരണം അതിനകത്ത് പുള്ളിക്ക് 7 സെക്കൻഡിൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒണിയിലാണ്. അതുകൊണ്ട് ഒണിയിലിനെ പുറത്താക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചു. പുള്ളി നല്ല ഫാസ്റ്റ് ആയിട്ട്, കാരണം 2 തവണ പുള്ളി തന്നെ ഓടിക്കേറി. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം വേറെ ആർക്ക് വേണമെങ്കിൽ ആ സമയത്ത് 6 പേരുണ്ട്, വേറെ ആർക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഓടി കുറച്ച് ദൂരമേ ഉള്ളൂ. അനീഷ് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് 2 തവണ വന്നു. 2 തവണയും പുള്ളി അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഏറ്റവും ആദ്യം കോയിൻ കുറച്ച്, ആ കല്ല് കുറച്ച് താഴ്ത്തു പോയി. പോണിയിൽ പറയുന്നുണ്ടായിരുന്നു കല്ല് താഴ്ത്തു പോയി, സമ്മതിക്കാൻ പറ്റത്തില്ല കോണിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെ, അതിനകത്ത് കാര്യം ഉണ്ടായിരുന്നില്ല. ആ 7 സെക്കൻഡിൽ തന്നെ എടുത്ത് തിരിച്ച് വെക്കുകയും ചെയ്തു. അനീഷ് സൂപ്പറായിട്ട് ആ 2 തവണയും ഗെയിം കളിച്ചു. അങ്ങനെ ഒണിയിലും നമ്മുടെ ശാരിയും താൽക്കാലികമായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റിയ പിന്നീട് വലിയ വഴക്കുണ്ടാകുകയും ചെയ്തു. അതായത് അപ്പാനി ശരത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മനുഷ്യത്വം വേണം, അല്ല അക്ബറും പറയുന്നുണ്ടായിരുന്നു മനുഷ്യത്വം വേണം. കാരണം ആര്യൻ അതിൻ്റെ ഇടയ്ക്കൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആര്യൻ്റെ അടുത്ത് വന്ന് ഏറ്റവും ആദ്യം അനീഷ് ഈ ഗെയിമിനെ പറ്റി സംസാരിച്ചു. പിന്നീട് 2ാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും ഡോണ്ട് ടീച്ച് മീ, എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് സ്വയസിദ്ധമായിട്ടുള്ള രീതിയിൽ അവിടെ അനീഷ് ചെയ്യും. അതെ, പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്നു കഴിയുമ്പോഴത്തേക്കും പൊട ഊരായണ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അനീഷ് എടുത്ത് വെക്കും. അപ്പോൾ ആരും അതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ അപ്പാനി അക്ബറും കൂടെ കിച്ചണിൽ നിന്ന് ലാസ്റ്റ് അതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യത്വം വേറെ, ഗെയിം വേറെ അല്ലെ? ഗെയിമിൽ എപ്പോഴും അല്ല, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എപ്പോഴും വേണം. ഇപ്പൊ അനീഷ് ഇപ്പൊ ലാസ്റ്റ് ഡേയിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് അനീഷ് സൂപ്പറായിട്ട് കളിച്ചു എന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ അനീഷ് ഈ വാക്ക് മാറ്റി പറഞ്ഞ പരിപാടിയൊന്നും തീരെ വർക്കൗട്ട് ആയിട്ടില്ല. സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതങ്ങനെ തന്നെ പറയുകയാണ്. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് അനീഷ് സൂപ്പറായിട്ട് തന്നെ ആ ഗെയിം കളിച്ചു. അത് എത്ര നമ്മൾ പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതോടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ എപ്പിസോഡിൽ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾ ജിസയിൽ ഒരു കോൾഡ് വാർ അല്ലേ? അനുമോൾ അവിടെ ഒരു വാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, അത് മേക്കപ്പിനെ ചൊല്ലിയാണ്. ഈ മേക്കപ്പിനെ ചൊല്ലിയുള്ള ഈ ഒരു വാറിനകത്തെ അത് ജിസയിൽ മേക്കപ്പോടെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജിസയിലിന് മേക്കപ്പ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അത് പറയാം, ശരിയാണ്. അനുമോളോട് പക്ഷെ അനുമോളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ജിസയിലാണ്. ജിസയിലിന്റെ മേക്കപ്പ് മാത്രമാണ് അനുമോളുടെ ഗെയിം. അനുമോള് രാവിലെ ബിഗ് ബോസിൽ എണീക്കുന്നു, ഡാൻസ് കളിക്കുന്നു, കിടന്നുറങ്ങുന്നു, പട്ടി കുരക്കുന്നു, ജിസയിലിന്റെ മേക്കപ്പ് തപ്പി പോകുന്നു. അനുമോളുടെ മെയിൻ ടാസ്ക്, അനുമോളുടെ ഇപ്പോഴത്തെ ഡ്രോയർ തുറന്നിട്ട് അത് മോശമല്ലേ ശരിക്കും? അല്ല, അതാ പറഞ്ഞത്, ഒരു
അത് ബിഗ് ബോസ് കണ്ടുപിടിച്ചോളെ ലാലേട്ടൻ സംസാരിക്കുന്നുള്ളൂ. അനുമോൾ ഇതൊരു ഗെയിമാക്കി എടുത്ത് ജിസയിലിനെ ഇനിമയാക്കി വെച്ച്, അതായത് ഒരു മേക്കപ്പിന്റെ പുറത്ത് കഴിഞ്ഞ ദിവസം അപ്പാനിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഹൗസിൽ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്, ടോപ്പിക് ഉണ്ട്, അതിനിടയ്ക്ക് ഇവളുമാരുടെ മേക്കപ്പ് ടോപ്പിക് എടുക്കാൻ സമയമില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അല്ല അതൊരു കാരണം അവിടെ ഇപ്പൊ അനുമോള് ശൈത്യം കൂടെയാണ് മൊത്തം പ്ലാനിങ് നടത്തുന്നത്. ഇതേ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പാനി അക്ബറും കൂടെ കൂട്ടുകയുമാണെന്ന്. ഇപ്പുറത്ത് അനുമോളും ശൈത്യം കൂടെയാണ് ഇപ്പോ പാർട്ട്ണർഷിപ്പിലാണ് ഇപ്പൊ ഗെയിം കളിക്കുന്നത്. അനുമോൾക്ക് ഒറ്റക്ക് ഗെയിം ഇല്ല, ശൈത്യക്ക് ഒറ്റ ഗെയിം ഇല്ല. ശൈത്യയുടെ ഗെയിം 0 ആയി. ശൈത്യക്ക് ഒരു ഗെയിമും ഇല്ല. ശൈത്യ കാപ്പാട് അതായത് അനുമോളോടെ തേക്കുമ്പോൾ കൂടെ നിന്ന് തേപ്പൊട്ടിക്ക് ചൂട് കൊടുക്കുന്നതാണ് ശൈത്യയുടെ പരിപാടി. ശൈത്യക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമില്ല കേട്ടോ. ശൈത്യം അവിടെ ഭയങ്കര എനിക്കൊന്ന് ഈ വീക്കിൽ ശൈത്യം മിക്കവാറും പുറത്തു പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. കാരണം കഴിഞ്ഞ വീക്കിൽ ശൈത്യക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഉണ്ടായിരുന്ന ആളാണ്. ശൈത്യയോടെ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ച് എന്തെങ്കിലും ഒരു അനുമോളുടെ മാത്രം പുറകെ ഇങ്ങനെ വാലായിട്ട് നടക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. അത് ശൈത്യ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ എന്തായാലും ഈ വീക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഈ എപ്പിസോഡിൽ തുടക്കത്തിലുണ്ടായിരുന്ന മറ്റൊരു സംഭവമാണ് ബാഡ്ജ്. 3 പേരുടെ കയ്യിലാണ് ബാഡ്ജ് ഉണ്ടായിരുന്നത്. അത് ആ ബാഡ്ജ് ആര്യന്റെ കയ്യിലേക്ക് പിന്നെയും വന്നു. 3 പേർക്ക് ജിസേലിന്റെ കയ്യിലും വന്നു, ആര്യന്റെ കയ്യിലും വന്നു, ഷാനവാസിന്റെ കയ്യിലും വന്നു. ഷാനവാസിനും ആര്യനും ആ ബാഡ്ജ് ഉപയോഗിക്കാൻ പറ്റി. ജിസേലിന്റെ പെട്ടി തിരിച്ച് നാട്ടിലേക്ക് അയച്ചതുകൊണ്ട് ജിസേലിന് ആ ബാഡ്ജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജിസേൽ നേരെ അഭിശ്രീക്ക് ആ ഒരു ബാഡ്ജ് കൊടുത്തു. പക്ഷെ ആര്യന്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ആര്യൻ ഈ ബിഗ് ബോസിലേക്ക് വന്ന സമയം മുതൽ തന്നെ ആ ബാഡ്ജ് ആര്യൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഓരോ ഗെയിമിലൂടെ. ഇപ്പോഴും ആര്യൻ ചെയ്യുന്നത് നഷ്ടപ്പെട്ടില്ല. ആര്യൻ ഫിസിക്കൽ ടാസ്കിൽ എനിക്ക് തോന്നുന്നു ആ ഹൗസിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ ആര്യനാണ്. ആര്യനെ വെല്ലാനായിട്ട് അവിടെ ഒരാൾ ഇല്ല. കാരണം ഫിസിക്കലി ആര്യൻ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ആര്യന്റെ മൂവ്മെന്റ്സ് ആണെങ്കിൽ തന്നെയും പക്ക സ്പീഡാണ്. ആര്യൻ ഇങ്ങനെ പറന്നു നിൽക്കും, അതിനകത്തൊരു സംശയം വേണ്ട. പണ്ടൊരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത അങ്ങനെയുണ്ടല്ലേ? എനിക്കതറിയില്ല. റോഡീസിൽ പങ്കെടുത്തതാണ്. അതാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അവൻ ഗെയിമിന് ആ ഒരു സ്പിരിറ്റിലേക്ക്. അതെ റോഡീസിൽ കുറച്ച് ഡേഞ്ചറാണ്. അതെ സത്യം കേട്ടോ. കുറച്ച് വയലൻസ് കൂടുതലായിരിക്കും ആര്യൻ എപ്പോഴും. സത്യം കേട്ടോ. അതെന്തായാലും നൈസാണ് ആര്യന്റെ പരിപാടി. പിന്നെ അബിക്കൊരു ലോട്ടറി പോലെ ജിസേലിന് കിട്ടിയ സാധനം നേരെ കൊണ്ടുപോയിട്ട് ബാഡ്ജ് കിട്ടിയിട്ട് അതുകൊണ്ട് അഭിശ്രീക്ക് ജിസേൽ കൊണ്ട് കൊടുത്തു. അത് ജിസേലിന് കൊടുക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ചില വേറെ അനീഷക്കാണ് കൊടുക്കത്തില്ലായിരുന്നു. എനിക്ക് വേണ്ട, ഈ ബാഡ്ജ് ആർക്കും കൊടുക്കില്ല, എനിക്ക് കിട്ടിയത് ഞാൻ എന്റെ തന്നെ വെച്ചേക്കാന്നൊക്കെ അനീഷാണെങ്കിൽ ഉറപ്പായിട്ടും പറയും. അതങ്ങനെയാണ് അതിന്റെ പരിപാടി. പിന്നെ ഓരോ ആൾക്കാർക്ക് ടാസ്ക് കൊടുത്തല്ലോ പെർഫോം ചെയ്യാനായിട്ട്. അതായത് ഈ ലാസ്റ്റത്തെ ഈ ടാസ്കിന് മുന്നേ, ഇവരെ പുറത്താക്കാനായിട്ടുള്ള ആ ടാസ്കിന് മുന്നേ ഫസ്റ്റ് ഒരു ടാലന്റ് കാണിക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ. ഈ ടാലന്റ് കാണിക്കുന്ന ടാസ്ക് കാണിച്ചപ്പോഴേ പ്രത്യേകിച്ച് എന്റെ മനസ്സിലേക്ക് ഓടിയത് സംഭവം അറിയോ, ഞങ്ങളുടെ സീസണിനകത്ത് ഈ സർക്കസ് കൂടാരത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. നോറയൊക്കെ ഡാൻസ് കളിച്ച്, എന്റെ ടീമിൽ നോറ ഡാൻസ് കളിച്ച്, അന്ന് എനിക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായ സമയമാണ്. ഋഷിയൊക്കെ ഡാൻസ് കളിച്ച ഒരു സർക്കസിന്റെ പരിപാടിയൊക്കെ പോലെ. അതേപോലത്തെ ഒരു അതതിന്റെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഞങ്ങളുടെ ആ ഫസ്റ്റ് ഒരു ടാലന്റഡ് ഒരു ഷോ പോലെ ഞങ്ങൾ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഓരോ ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് തോന്നുന്നു അനുമോൾ അക്ബർ അല്ലേ? അനുമോൾ അക്ബർ പെർഫോമൻസ് ആണ് അവർക്ക് ഫസ്റ്റ് കൊടുത്തത്. നെവിന്റെ ഷാനവാസിന് സെക്കൻഡ് കൊടുത്തു. പിന്നീട് തേർഡ് കൊടുത്തത് ആര്യന്റെയും ജിസേലിന്റെയും സംഭവമാണ്. അതിനകത്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുമോൾ അക്ബറിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഷാനവാസിന്റെ നെവിന്റെ പെർഫോമൻസ് കുറച്ചൊരു ഫണ്ണി ആയിരുന്നു. കാരണം അവര് ബിഗ് ബോസിനകത്തുള്ള ഒരു കോണ്ടന്റ് തന്നെ, അതായത് അക്ബർ രേണുസുതി കോണ്ടന്റ് എടുത്ത് വെച്ചിട്ടാണ് അവർ പെർഫോം ചെയ്തത്. കുറെ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനീഷ് നോക്കിക്കൊണ്ടാണ് ശൈത്യയും ആദിന നൂറയും കൂടെ പെർഫോം ചെയ്തത്. അപ്പാനി ബിന്നി ജിമിക്കി കമ്മലിന്റെ പെർഫോമൻസ് ചെയ്തിട്ട് നമ്മുടെ റെന ഫാത്തിമേനെ ഒരു ഊക്കുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാർ അങ്ങനെ ആയിരുന്നു. ബട്ട് അതിനകത്ത് 3 പേർക്ക് അതിനെ ചൊല്ലിയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ പൊസിഷൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് കൊടുത്തത് അനുമോൾക്കും അക്ബറിനും കൊടുത്തു. സെക്കൻഡ് ഷാനവാസ് നമ്മുടെ നെവിന് കൊടുത്തു. തേർഡ് കൊടുത്തത്
ആ ആര്യനും ജിസേലും. ആര്യൻ ആ പെർഫോമൻസ് അത് ജീവിച്ച് ജീവിച്ച് നേരെ പോയിട്ട് ജിസേലിനെ അവൻ അഭിനയിക്കുകയായിരുന്നില്ല, അവൻ ജീവിക്കുകയായിരുന്നു ആ പെർഫോമൻസിനകത്ത്. കെട്ടിപ്പിടിച്ചതൊക്കെ ഭയങ്കര real. അത് വളരെ രസമുണ്ടായിരുന്നു. ആ ചെക്കൻ നന്നായിട്ട് അത് പെർഫോം ചെയ്തു. നമ്മൾ അതിനകത്ത് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ അനുമോളുടെ കരച്ചിലിനെ പറ്റി ഒരു സംഭവം പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കൊന്നും അനുമോൾ കരയാത്ത ഏതെങ്കിലും എപ്പിസോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അവരെ ഓർക്കാറില്ലായിരുന്നു. അനുമോൾക്ക് കരയാൻ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ എന്ന പോലെയാണ്. പ്രാർത്ഥിക്കാൻ ഓരോരോ അനുമോൾക്ക് എല്ലാ ഡേയിലും കരയാനായിട്ട് ഇന്ന് വീട്ടിൽ അച്ഛനും അമ്മയും ഓർത്തിട്ടാണ്. അത് കളിയാക്കിയല്ല കേട്ടോ, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അനുമോൾ കരയാത്ത എല്ലാ എപ്പിസോഡിലും അനുമോൾക്ക് ഒരു കരച്ചിൽ ടോപ്പിക് ഉണ്ട്. അത് ഇങ്ങനെ കരയുന്നേ വെറും യൂസ്ലെസ് കാരണങ്ങളും ഇങ്ങനെ ചുമ്മാ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഒരു എന്താ പറയണ്ടേ, എപ്പോഴും കരച്ചിൽ മാത്രമായി കഴിയുമ്പോൾ നമുക്കും ബോറടിക്കും. കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ ബോറടിക്കും. അത് ഭയങ്കര ഒരു സംഭവമാണ്. എന്തോ എപ്പോഴും കരച്ചില്. അനുമോളുടെ മിക്ക എപ്പിസോഡിലും അനുമോൾ ഒന്നേ കരയും, അല്ലെ പട്ടി വരക്കും, അല്ലെങ്കിൽ ജിസേലിന്റെ പോലുള്ള മേക്കപ്പ്. പട്ടി വരയ്ക്കുന്നത് എന്നുണ്ട്, മിക്കപ്പോഴും ഉണ്ട്. കരച്ചിലും മിക്കപ്പോഴും ഉണ്ട്. ഇപ്പം ജിസേലിന്റെ പുറമുള്ള മേക്കപ്പും അതും ഡെയിലി റൊട്ടീനാണ് അനുമോളുടെ. അനുമോൾ ഇപ്പോൾ അവിടുത്തെ CD ആണ്. കേസ് അന്വേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെ പോയി ഡ്രോയർ തുറക്കുന്നു. അതൊക്കെ ഭയങ്കര മോശമാണ്. അത് കണ്ടുപിടിക്കണം എന്നുള്ള രീതി തന്നെയാണ്. ജിസേൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അനുമോള് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് അനുമോളുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും നടക്കട്ടെ, അനുമോൾ അവിടെ ചെയ്യട്ടെ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡില്. അത് ഈ അപ്പാനി അവിടെ ഒരു പ്ലാനിങ്, ഇങ്ങനെ അപ്പാനി ശരത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അക്ബർ ഉണ്ട്, ബിന്നി ഉണ്ട്, ബിൻസി ഉണ്ട്. ഇവരെല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് പുറത്ത് രേണുസുതി ഉണ്ട്. അപ്പൊ പുറത്ത് ആർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പാന്ന് പറയുന്നുണ്ട് എനിക്കൊക്കെ പുറത്ത് കട്ട, ഞാൻ വില്ലനായിരിക്കാം. അല്ല, അപ്പൊ അക്ബർ പറയുന്നുണ്ട് അനീഷ് വില്ലനാണെങ്കിൽ നീ നായകൻ, അനീഷ് നായകനാണെങ്കിൽ നീ വില്ലൻ. ഇപ്പൊ ഒരു വില്ലൻ നായകൻ ഒരു ഇമേജ്, അതാരാണ് വില്ലൻ ആരാണ് നായകൻ എന്നുള്ളത് നമുക്ക് ഈ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ അപ്പാനിയുടെ എനിക്കിപ്പോ അനീഷിന്റെ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല പേഴ്സണലി. അനീഷിന്റെ വ്യക്തിത്വം, അതായത് അനീഷ് ബിഗ് ബോസിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അത് എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല. പക്ഷെ അപ്പാനിയുടെ ഒരു സംഭവം പറയാണ്ടിരിക്കാൻ പറ്റില്ല. പുള്ളി അനീഷിന്റെ അടുത്ത് മാത്രമാണ് ഇത്രയും വയലന്റ് ആവുന്നത്. അതായത് അനീഷിന്റെ അടുത്ത് അപ്പാനി ചേർത്ത് സംസാരിക്കുമ്പോൾ അപ്പാനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, അങ്കമാലി ഡയറീസിലെ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇപ്പോഴും പുള്ളി സംസാരിക്കുന്നത്. ആ ക്യാരക്ടറിൽ നിന്ന് പുള്ളി ഇറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കുറ്റം പറയുന്നതല്ല, അങ്ങനെയാണ് പുള്ളിയുടെ പെർഫോമൻസ് പോകുന്നത്. മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നോർമൽ സ്ഥലത്തായിട്ട് പുള്ളി സംസാരിക്കും. അനീഷിനോട് ഇത്രയും വയലന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ, എല്ലാ ദിവസവും അപ്പാനി സ്ഥലത്ത് മാത്രം ഇത്രയും വയലന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഹെയ്റ്റ് വരും. അത് സ്വാഭാവികമാണ്. കാരണം ഒരാളോട് ഒരു വ്യക്തി എല്ലാ ദിവസവും ഭയങ്കര വയലന്റ് ആയിട്ട് മാത്രം ഇങ്ങനെ കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടും. അപ്പം ഇതെല്ലാ ദിവസവും കാണുമ്പോൾ അത് അപ്പാനി സ്ഥലത്തിനൊരു നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതേ അപ്പാന് തന്നെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അനീഷിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എടാ കുറച്ച് മനുഷ്യത്തിൽ സംസാരിക്കട, കുറച്ച് അതായത് എനിക്കൊന്ന് അപ്പാനി സ്ഥലത്തിന് ഇപ്പം ഒണിയലിന്റെ കാര്യം പറയുന്നുണ്ട്. ഒണിയലായിട്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരത് വിടും. ഇപ്പൊ ഷാനവാസ് ആയിക്കോട്ടെ, അപ്പാനി സ്ഥലത്ത് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും വഴക്കിടുമെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിൽ നിന്ന് വിട്ടുകളയും. ആര്യനാണെങ്കിൽ പോലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് അവർ വിടും. അവർക്ക് അത് ക്യാരി ചെയ്യാറില്ല. പക്ഷേ അനീഷിന്റെ ഒരു ക്യാരക്ടറിനകത്ത് അങ്ങനെയാണ്. അനീഷ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം അപ്പാനി സ്ഥലത്ത് പറഞ്ഞ പോലെ ഇവിടെ അച്ഛൻ വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെ 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 അതെ. അപ്പോ അതൊരു നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ അതിനകത്ത് പങ്കെടുത്ത ഒരാളല്ലേ, അപ്പൊ നമുക്ക് ഊഹിക്കാം അതിനകത്ത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ഫെയിമും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീസണിലെ പോലെ ഒരു കൂട്ടോ ഒന്നും ഈ സീസണിൽ ഉണ്ടാവില്ല. അത് ശരിയാണ്. കാരണം ഒരു കൂറോ ഒരു നന്ദി ഒരു ഇത് പോലും. ഇപ്പം ഇന്നലെ ആണെങ്കിലും അനീഷ മാറ്റി പറയുകയും ചെയ്തായിരുന്നു. അതുപോലെ ശൈത്യയും അദനോറയും കൂടെ സ്കിറ്റ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു എന്റെ വീട്ടിൽ കേട്ടില്ല, പഞ്ചായത്ത് പോലും കേട്ടില്ല എന്നൊക്കെ. ഇപ്പോ കാരണം എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസിൽ പങ്കെടുത്തത് കൊണ്ട് നമ്മളായിട്ട്. ഞാൻ ഇപ്പൊ ഇന്നത്തെ ഒരു ഡേയുടെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും നമ്മള് സിബിനായിട്ട് സംസാരിച്ചു, സായി ആയിട്ട് സംസാരിച്ചു. സായി വിളിക്കാത്ത ദിവസമില്ല, ഞാനിത് എല്ലാം സംസാരിക്കുന്ന ആൾക്കാരാണ്. നോറ നമ്മൾ സംസാരിച്ചു അല്ലേ. നമ്മൾ യമുനേച്ചി ഞങ്ങൾ പോയി, ഞങ്ങൾ യമുനേച്ചിനെ നേരിട്ട് കണ്ടു. അപ്പോ ഞങ്ങളുടെ സീസണിലുള്ള ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ഒട്ടുമിക്ക ആൾക്കാരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കോണ്ടാക്റ്റും ഇപ്പൊ ഈ ഒരു ആഴ്ചയാണെങ്കിൽ തന്നെ നമ്മള് സിബിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഇപ്പൊ ഞാനാണെങ്കിലും ശരി, ഇപ്പൊ ഇവള ഗ്രൂപ്പിനകത്തുണ്ട്, സ്നേഹ ഗ്രൂപ്പിനകത്തുണ്ട്, നമ്മുടെ ജാസ്മിനും ഗബ്രിയും അല്ലെ, നന്ദന, അപ്സര, റസ്മിൻ, ഞങ്ങള് ഈ പറയപ്പെടുന്ന എല്ലാവരും ഞങ്ങൾ ഈ റീസെന്റ് ഡേയ്സിൽ കോണ്ടാക്ട് ചെയ്ത കഥകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് മാസങ്ങൾക്ക് മുന്നേ, ആഴ്ചകൾക്ക് മുന്നേ അല്ല. ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുകയും, അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിനകത്ത് എന്തുമാത്രം അടിവെച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അപ്പൊ നമുക്കതില്ല, നമ്മളത് പുറത്ത് കംപ്ലീറ്റ്ലി നമുക്കതില്ല. അത് ഈ സീസണിലുള്ള ആൾക്കാരും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ സൗഹൃദം നിലനിർത്തി പോട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അകത്ത് അതാ ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ മനുഷ്യത്വവും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതും കുറച്ചൊക്കെ ആവാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. എനിവേ, പിന്നെ അനുമോള് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിസേലിന്റെ പുറകെ അഭിസരി ഒഴികെ ബാക്കി എല്ലാരും അവളുടെ പുറകെ നടക്കുന്ന മുണ്ണകളാണെന്നോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതെന്താ ഇപ്പൊ തിരിച്ച് അനുമോളെ പറ്റി, അനുമോളൊരു മറ്റേ ആണുങ്ങളുടെ പുറകെ നടക്കുന്ന മുണ്ണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഇഷ്ടപ്പെടുവോ? അനുമോൾ കിടന്ന് കരഞ്ഞ് അനുമോൾ മെഴുകും. അനുമോൾക്ക് അപ്പൊ എന്ത് സ്റ്റേറ്റ്മെന്റും പറയാനാണോ? അനുമോളുടെ ആ സ്റ്റേറ്റ്മെന്റ് അതൊന്ന് കേൾക്കണം കേട്ടോ. കാരണം അത് വീക്കെൻഡ് എപ്പിസോഡിൽ ആരോടും ചോദിച്ചാൽ കൊള്ളാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൗസിലെ ആണുങ്ങളെ പറ്റി അനുമോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ? ഇപ്പം ഈ സ്ത്രീത്വത്തിന് വേണ്ടിയൊക്കെ കുറെ വാദിക്കുമല്ലോ. ഒരാണ് പെണ്ണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രോബ്ലം ആവും. അനുമോൾക്ക് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് റൈറ്റ് ഒന്നും ഇല്ലല്ലോ. ആണുങ്ങളെ പറ്റി പൊതുവെ ആണുങ്ങൾ പൊണ്ണകളാണെന്നോ അല്ലെങ്കിൽ ജിസേലിന്റെ പുറകെ എല്ലാരും കൂടെ നടക്കുവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനുമോൾ കണ്ടോ? ആ അനുമോൾ എന്തിന്റെ അടിസ്ഥാനത്താണെന്ന് പറഞ്ഞത് ലാലേട്ടൻ ഒന്ന് ചോദിച്ചാൽ കൊള്ളാം. അത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് ചോദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അനുമോൾ ആ പറഞ്ഞത് വെറും ഊളത്തരം ആണ്. അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ അനുമോള് കഴിഞ്ഞ ദിവസം മറ്റേ അനുമോളെ പൊക്കത്തെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അനുമോള് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. എന്നെ തഴഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്താ മറ്റേ ആണുങ്ങള് എല്ലാരും മറ്റേ ജിസിലെ പുറകെ നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക? ഇപ്പൊ അനുമോളുടെ അടുത്ത് പറയാണ്, അനുമോൾ ഇപ്പം ഇന്നാളുടെ പുറകെ നടക്കിയാൽ അനുമോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് ഇഷ്ടപ്പെടുവോ? അനുമോളത് ചോദ്യം ചെയ്യും. അതുപോലെ അനുമോളുടെ ഈ പ്രസ്താവനയും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ അത് ചോദിക്കട്ടെ. എന്തായാലും നമ്മുടെ 2 പേര് ഒണിയൽ ആൻഡ് ശാരിക ഇവരെവിടേക്കാണ് പോയത്, അവർക്ക് ഇനി എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കട്ടെ. ഈ വീക്കെൻഡിൽ എന്തായാലും പുറത്തു പോട്ടെ അല്ലേ. പുറത്തു പോകേണ്ട ആൾക്കാർ എന്തായാലും പുറത്തു പോകണം. അത് മസ്റ്റായിട്ട് അവർ പുറത്ത് പോകേണ്ടത് തന്നെയാണ്. ആരായിരിക്കും എന്ന് എനിക്കറിയില്ല. മേ ബി ശൈത്യ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കലാഭവൻ സരിക എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അതല്ല, പുറത്തു പോകും. ഒരാൾ 100% ജയിവിക്റ്റാവും ഈ ആഴ്ച. പിന്നെ 100% ഒരാൾ 100% ജയിവിക്റ്റാവും. അതിനകത്തൊരു മാറ്റമില്ല. പുറത്തു പോകും. നമുക്ക് പിന്നീട് നോക്കാം. ബൈ.